ഹലോ എവരിവൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് മത്തങ്ങ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തനി നാടൻ കറിയാണ്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലാണെങ്കിലും വേവിച്ചെടുക്കാം. പിന്നെ നാടൻ കറിയല്ലേ വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിലിട്ട് വേവിച്ചെടുക്കുന്നത്. എന്നാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5-8 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നല്ലപോലെ എരിവുള്ളൊരു 2 പച്ചമുളകാണ് ഇതിലേക്ക് എടുക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവിൽ മാറ്റം വരുത്തുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മത്തങ്ങ വേവിച്ചെടുക്കാം. ഒരു 5-8 മിനിറ്റിനുള്ളിൽ തന്നെ മത്തങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. മത്തങ്ങ അവിടെ ഇരുന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പും കൂടെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കൈപിടി നിറച്ച് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങ വേണ്ട, ഒരു കൈപിടി നിറച്ച് മതിയാവും. കാരണം ഇല്ലെങ്കിൽ ഗ്രേവി ഭയങ്കര തിക്കായി പോകും. പിന്നെ ഇതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളി, ഒറ്റ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ വെളുത്തുള്ളി മാത്രം എടുത്തു. പിന്നെ ഒരു 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണമാണ്. ഈ നേരം കൊണ്ട് നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 5-8 കഷ്ണം എടുത്തിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതും കൂടെ ചേർത്തിട്ട് അരച്ചിട്ടെടുക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ കറിക്ക് നല്ല പോലെ ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 5-8 കഷ്ണങ്ങൾ മാത്രം എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് നാറിക്കഴിയുമ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. കാരണം നമുക്ക് മത്തങ്ങയ്ക്ക് തന്നെ നല്ല കളറുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, മഞ്ഞൾപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കറി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറി ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കറിയിലേക്ക് കടുകും കൂടെ വറുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ ഞാൻ അതിലേക്ക് വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കടുക് താളിച്ചതും കൂടെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. 10 മിനിറ്റ് പോലും തികച്ച് വേണ്ട ഈ കറി ഒന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ടോ എക്സ്ട്രാ ആയിട്ട് ഒരു പപ്പടം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിടിലനായിരിക്കും. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.